തിരുവനന്തപുരത്ത് 8 പേർക്ക് കൂടി കോളറ ലക്ഷണം. നെയ്യാറ്റിൻകരയിലെ ശ്രീ കാരുണ്യ ഭിന്നശേഷി ഹോസ്റ്റലിലെ അന്തേവാസികളാണ് കോളറ ലക്ഷണങ്ങളുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. ഇതോടെ രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 21ആയി. ഇതുവരെ 3 പേർക്കാണ് തിരുവനന്തപുരത്ത് കോളറ സ്ഥിരീകരിച്ചത്. ആർ ഋഷിപാൽ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിംഗ് ഋഷിപാൽ. കോളറ പിടിപെട്ട ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്ന ചോദ്യം ഏതാണ് ജലസ്രോതസ് എന്നാണ്. ഈ രോഗത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ്, എവിടെ നിന്ന് കൊണ്ടുവരുന്ന വെള്ളമാണ് കൂടുതൽ പേർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് എന്നത് ആരോഗ്യവകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഋഷിപാൽ? സുജയ, ഈ നെയ്യാറ്റിൻകരയിലെ ഭിന്നശേഷിക്കാരുടെ ഈ ഹോസ്റ്റലിൽ കോളറ പടർത്തിയത് അല്ലെങ്കിൽ കോളറ ലക്ഷണങ്ങളുമായി ഇത്രയേറെ അന്തേവാസികൾ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട സാഹചര്യം ഒരുങ്ങിയതിൻ്റെ കാരണം ഏത് വഴിയാണ് ഇവർക്ക് ഈ കോളറ ബാക്ടീരിയ ഇവരുടെ ശരീരത്തിലേക്ക് കടന്നതെന്ന് തെളിയുന്ന തരത്തിലുള്ള ഒരു കണ്ടെത്തലും ഇതുവരെ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒന്ന് അവിടെയുള്ള കുടിവെള്ളം അത് പരിശോധിച്ചു, ഭക്ഷണം പരിശോധിച്ചു. ഇതിലൊന്നും ഈ കോളറ പരത്തുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും പരിശോധനകൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. അതിനിടയിലാണ് 8 അന്തേവാസികൾ കൂടി കോളറ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. അപ്പോൾ തന്നെ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതോടെ 21 പേർ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും SAT ആശുപത്രിയിലുമായി ചികിത്സയിൽ ഉണ്ട്. അതിൽ 3 പേർക്ക് കോളറ സ്ഥിരീകരിച്ചു. നേരത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ച 26-കാരനായ ഈ ഹോസ്റ്റലിലെ അന്തേവാസി കോളറ ലക്ഷണങ്ങൾ വരികയും പിന്നെ തൊട്ടു പിന്നാലെ തന്നെ മരണപ്പെടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഒരാൾക്ക് കോളറ സ്ഥിരീകരിച്ചത്. കോളറ സ്ഥിരീകരിച്ചതിന് പിന്നാലെ പിന്നീട് കൂടുതൽ ആളുകൾ പരിശോധന നടത്തി. ഒടുവിൽ ഇപ്പോൾ 3 പേർക്ക് കോളറ സ്ഥിരീകരിക്കും. അതിന് ഒപ്പം തന്നെ ആ പ്രദേശത്ത് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ DMOയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം നടത്തുന്നുണ്ട്. അവിടെ ക്ലോറിനേഷൻ നടത്തി, ഒപ്പം ബോധവൽക്കരണം നടത്തി, എല്ലാം നടത്തുന്നു. ഇപ്പോൾ ഹോസ്റ്റലിന് പുറത്തേക്ക്, ഹോസ്റ്റലിലെ അന്തേവാസികളല്ലാതെ മറ്റാർക്കും, ആ പരിസരവാസികൾക്കൊന്നും എന്തായാലും കോളറയുടെ ലക്ഷണങ്ങളില്ല. അത് ആശ്വാസമാണ്. എങ്കിൽ പോലും തലസ്ഥാനത്ത് പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര മേഖലയിൽ ആശങ്കയുണ്ട്. പക്ഷെ ആശങ്ക വേണ്ട, ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗം നൽകുന്നത്. സുജ, ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ ജലജന്യ രോഗങ്ങൾ പെരുകാനുള്ള ഒരു സാധ്യത, അതോടൊപ്പം തന്നെ പനി പടരുന്ന സാധ്യത, അതെല്ലാം നമ്മൾ വിവിധ ഭാഗങ്ങളിൽ നിന്നായി റിപ്പോർട്ടുകളായി മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ് തലസ്ഥാന ജില്ലയിലും ഒപ്പം തെക്കൻ കേരളത്തിലും ഋഷിപാൽ? സുജയ, ഓരോ ദിവസവും 13,000-ന് മുകളിൽ ആളുകളാണ് വിവിധ സർക്കാർ ആശുപത്രികളിൽ പനി ചികിത്സക്കായി എത്തുന്നത്. അതിൽ ദിവസവും ഡെങ്കിപ്പനി മാത്രം സ്ഥിരീകരിക്കുന്നത് 200-ന് മേലെയുണ്ട്. ഏതായാലും ഇന്നലെ പക്ഷേ 200-ൽ താഴെ മാത്രമാണ്. ഏതാണ്ട് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ച ഏറ്റവും എണ്ണം കുറവ് ഇന്നലെയാണ്. ഇന്നലെ 200-ൽ താഴെ. പക്ഷേ H1N1 ഉണ്ട്. ഒപ്പം ഡെങ്കിപ്പനി, എലിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു. സർക്കാർ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് രോഗം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനിടയിൽ വെസ്റ്റ് നൈൽ ഉണ്ട്. ഒപ്പം തന്നെ ഷിഗല്ല ഉൾപ്പെടെയുള്ള ഇന്ത്യക്ക് പുറത്തു നിന്നും വന്ന രോഗങ്ങൾ പോലും അത് പടരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് പിടിപെടുന്ന രോഗമെന്ന് സ്ഥിരീകരിക്കുന്നതിനായുള്ള പരിശോധനകളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം, അതാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പനി പടരുന്ന സാഹചര്യമാണെന്ന് മനസ്സിലാക്കി സ്വയം നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കുക, എല്ലായിടത്തു നിന്നും കിട്ടുന്നതെല്ലാം വാങ്ങി കുടിക്കാതിരിക്കുക എന്നത് നമ്മളോട് അസുഖം വരാതിരിക്കാൻ കാണിക്കേണ്ട ഉത്തരവാദിത്വമാണ്.